കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള ഇന്ത്യ ടുഡേ സീ വാട്ടർ മൂഡ് ഓഫ് ദി നേഷൻ സർവേ ഫലങ്ങൾ സംസ്ഥാനത്ത് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായി കണക്കാക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ UDFന്റെ വമ്പിച്ച വിജയവും തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം BJP ഉണ്ടാക്കിയ മുന്നേറ്റവും രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വരുത്തിയ മാറ്റങ്ങളാണ് ഈ സർവേയിലൂടെ പ്രകടമാകുന്നത്. കേരള രാഷ്ട്രീയത്തിൽ 10 വർഷം കൂടുമ്പോൾ ഭരണം മാറി മാറി വരുന്ന സർക്കാരുകൾ എന്ന രീതിക്ക് 2021 LDF തുടർച്ചയായ രണ്ടാം ജയത്തിലൂടെ അന്ത്യം കുറിച്ചിരുന്നു. എന്നാൽ 2026 തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരവും പ്രതിഷേധത്തിന്റെ പുതിയ തന്ത്രങ്ങളും രാഷ്ട്രീയ ഗതിവിധികളെ മാറ്റിമറിക്കുകയാണ്. സീ വോട്ടർ സർവേ പ്രകാരം കേരളത്തിലെ വോട്ടർമാരുടെ മുൻഗണനകളിൽ കാര്യമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇത് പ്രധാനമായിട്ടും 3 മുന്നണികളെയും ബാധിക്കുന്നുണ്ട്. UDF ആധിപത്യം നിലനിർത്തുന്നു. പ്രവചനം 40% വോട്ട് വിഹിതം, 18 സീറ്റുകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്നും മികച്ച പ്രകടനം കാഴ്ചവെക്കാറുള്ള UDF നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ ആധിപത്യം നിലനിർത്തുമെന്ന് സർവേ സൂചിപ്പിക്കുന്നു. 2024 നേടിയ 43% നിന്ന് വോട്ട് വിഹിതത്തിൽ നേരിയ കുറവുണ്ടാകുമെങ്കിലും സീറ്റുകളുടെ എണ്ണത്തിൽ അത് വലിയ ആഘാതം ഉണ്ടാക്കില്ല. തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റം UDF പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. LDF ആശങ്കാജനകമായ ഇടിവ് പ്രവചനം, 28% വോട്ട് വിഹിതം, 0 സീറ്റുകൾ. സർവേയിലെ ഏറ്റവും വലിയ അട്ടിമറി ഇടതുപക്ഷത്തിന്റെ തിരിച്ചടിയാണ്. ലോക്സഭയിൽ പ്രാതിനിധ്യം 0 ആകുമെന്നും വോട്ട് വിഹിതം 32-ൽ നിന്നും 28%-ലേക്ക് ഇടിയുമെന്നുമുള്ള പ്രവചനം CPM-നും സഖ്യകക്ഷികൾക്കും വലിയ വെല്ലുവിളിയാണ്. ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ BJP നടത്തുന്ന വിള്ളലുകളും LDF-നെ ബാധിക്കുന്നു എന്നതാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. NDA എന്നത് നിർണായകമായ മൂന്നാം ശക്തി. പ്രവചനം 25% വോട്ട് വിഹിതം, 2 സീറ്റുകൾ. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഗെയിം ചേഞ്ചർ BJPയുടെ വളർച്ചയാണ്. 17%-ൽ നിന്നും 25%-ലേക്ക് വോട്ട് വിഹിതം ഉയർത്താൻ NDAക്ക് സാധിക്കുമെന്ന് സർവേ പ്രവചിക്കുന്നു. ഇത് പല മണ്ഡലങ്ങളിലും ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്ന ഘടകമാകും. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കിയത് BJPയുടെ വർദ്ധിച്ചു വരുന്ന ജനസ്വാധീനത്തിന്റെ തെളിവായി സർവേ ചൂണ്ടിക്കാട്ടുന്നു. അടുത്തിടെ നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ സീ വോട്ടർ സർവേക്ക് അടിവരയിടുന്നവയാണ്. ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും വലിയ വിജയം നേടിക്കൊണ്ട് UDF അവരുടെ തിരിച്ചുവരവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുസ്ലിം ലീഗിന്റെ കരുത്തും കോൺഗ്രസിന്റെ പുതിയ ഏകോപനവും UDF-നെ ശക്തമാക്കി. കണ്ണൂരും കൊല്ലവും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ വോട്ട് വിഹിതത്തിൽ ഇടിവുണ്ടായതായി തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലങ്ങളും കാണിക്കുന്നു. തലസ്ഥാന നഗരിയിലെ ഭരണവും പാലക്കാട് പോലുള്ള നഗരസഭകളിലെ മേൽക്കോയ്മയും BJPക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പിലും വലിയ പ്രതീക്ഷ നൽകുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് സർവേ ആണെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ഇത് പല രീതിയിൽ ബാധിക്കും. പിണറായി 3.0 സർക്കാർ ലക്ഷ്യമിടുന്ന LDF-ന് വോട്ട് വിഹിതം തിരിച്ചുപിടിക്കാൻ പുതിയ വികസന പദ്ധതികളും ജനകീയ പരിപാടികളും ആവിഷ്കരിക്കേണ്ടി വരും. UDF ഈ വിജയ ആവേശത്തിൽ അമിത ആത്മവിശ്വാസം കാണിക്കാതെ വോട്ട് ചോർച്ച തടയാനുള്ള നടപടികൾ സ്വീകരിക്കും. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകളിൽ NDA വിള്ളൽ വീഴ്ത്താതിരിക്കാൻ ശ്രദ്ധിക്കും. കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ചുരുങ്ങിയത് 30 മുതൽ 40 മണ്ഡലങ്ങളിലെങ്കിലും BJP നിർണായക ശക്തിയാകുന്നതോടെ പോരാട്ടം കടുക്കും. ഇത് പല മുൻനിര നേതാക്കളുടെയും വിധി മാറ്റി എഴുതിയേക്കാം. ഈ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഇടതുപക്ഷം തങ്ങളുടെ വോട്ട് വിഹിതം അല്പം മെച്ചപ്പെടുത്തിയെങ്കിലും NDAയുടെ വളർച്ച UDF-ന്റെയും LDF-ന്റെയും വോട്ട് വിഹിതത്തിൽ കുറവുണ്ടാക്കുന്നു എന്നതാണ്. ഇന്ത്യ ടുഡേ സീ വോട്ടർ സർവേ ഫലങ്ങൾ കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയാണ് നൽകുന്നത്. സർവേ ഫലങ്ങൾ എപ്പോഴും യാഥാർത്ഥ്യമാകണമെന്നില്ലെങ്കിലും അത് വോട്ടർമാരുടെ മാറുന്ന മനോഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു. UDF-ന് ഭരണത്തിലേറാൻ അനുകൂലമായ കാറ്റ് വീശുമ്പോഴും BJPയുടെ വളർച്ചയും LDF-ന്റെ തിരിച്ചുവരവിനുള്ള പരിശ്രമങ്ങളും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനെ അതീവ ആവേശകരമാക്കും. വോട്ട് ശതമാനത്തിൽ ഉണ്ടാകുന്ന ഓരോ ചെറിയ മാറ്റവും കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും. കേരള രാഷ്ട്രീയത്തിൽ BJP കൈവരിക്കുന്ന ഓരോ ശതമാനം വോട്ട് വർധനവും സംസ്ഥാനത്തെ പരമ്പരാഗത രാഷ്ട്രീയ സമവാക്യങ്ങളെ അടിമുടി മാറ്റുന്നതാണ്. BJPയുടെ വളർച്ച വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആരെയാകും കൂടുതൽ ബാധിക്കുക എന്നത് രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ സജീവമായ തർക്കവിഷയമാണ്. BJPയുടെ മുന്നേറ്റം പ്രധാനമായും ഇടതുപക്ഷത്തെയാണ് പ്രതിരോധത്തിലാക്കുന്നത്. CPM-ന്റെ ഉറച്ച വോട്ട് ബാങ്കുകളായ ഈഴവ സമുദായം ഉൾപ്പെടെയുള്ള ഹൈന്ദവ വോട്ടുകളിൽ BJP നടത്തുന്ന വിള്ളലുകൾ ഇടതുപക്ഷത്തിന്റെ വിജയ സാധ്യതകളെ സാരമായി ബാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അടുത്തിടെ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും പല LDF കോട്ടകളിലും വോട്ട് ചോർച്ച ഉണ്ടായിരുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം UDF-നെയും ഇത് പരോക്ഷമായി ബാധിക്കുന്നുണ്ട്. ഒരു മണ്ഡലത്തിൽ BJP വോട്ട് വർദ്ധിപ്പിക്കുമ്പോൾ അത് പലപ്പോഴും ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്ന ഘടകമായി മാറുന്നു. ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെടുമെന്ന UDF പ്രതീക്ഷയെ BJPയുടെ ശക്തമായ സാന്നിധ്യം ചിലപ്പോൾ സഹായിക്കാമെങ്കിലും നഗരമേഖലകളിലെ കോൺഗ്രസ് വോട്ടുകൾ BJPയിലേക്ക് പോകുന്നത് UDF-ന് തിരിച്ചടിയാണ്. ചുരുക്കത്തിൽ BJP ഒരു നിർണായക മൂന്നാം ശക്തിയായി മാറുന്നത് 2 മത്സരങ്ങൾ ശീലിച്ച കേരളത്തിൽ ത്രികോണ മത്സരങ്ങൾ സൃഷ്ടിക്കുന്നു. ഇത് ഭൂരിപക്ഷ വോട്ടുകൾ വിഭജിക്കുന്നതിലൂടെ LDF-നും നഗര കേന്ദ്രീകൃത വോട്ടുകൾ നഷ്ടപ്പെടുന്നതിലൂടെ UDF-നും ഒരുപോലെ ഭീഷണി
ഭീഷണി ഉയർത്തുന്നു. വോട്ട് വിഹിതം 25% BJP ഉയർത്തിയാൽ അത് കേരള രാഷ്ട്രീയത്തിലെ നിലവിലെ അധികാര കേന്ദ്രങ്ങളെ അടിമുടി ഉലയ്ക്കുമെന്നതും ഉറപ്പാണ്.